അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ സവിശേഷം ഒരുപാട് വ്യക്തിത്വങ്ങളെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നൊരു പ്രോഗ്രാമാണല്ലോ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പൊതുവെ മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അറിയാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മൾ പൊതുവെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളാദ്യം എന്താണ് വിശേഷം എന്നാണ് ചോദിക്കാറുള്ളത്. അതുപോലെ ഒരാളുടെ വിശേഷങ്ങൾ അറിയാൻ അത് കുറച്ചുകൂടി നമുക്കൊക്കെ ഉപയോഗപ്രദമാവുന്ന അറിവുകൾ ഒരുപാട് നൽകുന്ന ആളുകളാണെങ്കിൽ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ ഒരു സവിശേഷം പ്രോഗ്രാമിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്, പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ ഫാറൂഖ് സെൻസായിയാണ്. അദ്ദേഹം വേൾഡ് റെക്കോർഡർ ആണ് ഇൻ്റർനാഷണൽ ഏവിയേഷൻ സ്റ്റഡീസിൽ. നമുക്കേറെ സുപരിചിതനാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രോതാക്കളെല്ലാവരും കണ്ടിട്ടുണ്ടാവാം. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സെൻസായി, എന്തൊക്കെയാണ്? പീസ് റേഡിയോ ഒരു പുതിയ അനുഭവമാണല്ലേ? അബ്സല്യൂട്ട്ലി പുതിയ അനുഭവം. ഓക്കെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഇരിക്കുന്ന ഫാറൂഖ് സെൻസായി, അദ്ദേഹം ലീഡർഷിപ്പ് മാസ്റ്റർ കോച്ചാണ്. ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് അധ്യാപന മേഖലയിൽ ഒരുപാട് കഴിവ് തെളിയിച്ച ആളാണ്. അതുപോലെ തന്നെ ഇനി ഒരുപാട് അറിവുകൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്, അദ്ദേഹത്തിന് നമ്മളോട് പങ്കുവെക്കാനുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കളോട് ഏറ്റവും ആദ്യമായി സെൻസായിക്ക് പറയാനുള്ളത്? ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഒരു ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, നമ്മൾ ജീവിതത്തിലെ എല്ലാ ഉയർച്ചക്കും എല്ലാ താഴ്ചക്കും ഒരു കാരണമുള്ളൂ. എല്ലാ ഉയർച്ചക്കും എല്ലാ താഴ്ചക്കും ഒരൊറ്റ കാരണമാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നന്നാവും ചെയ്യാം, ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നന്നാവും ചെയ്യാം, ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ അത് സ്പോയിൽ ചെയ്ത് താഴോട്ടും വരാം. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഡർഷിപ്പ് നമ്മളിൽ നിന്ന് തുടങ്ങും, നമ്മളെ ഫാമിലിയിലേക്ക് പോവും, ഓർഗനൈസേഷനിലായിക്കോട്ടെ, കൺട്രി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ എല്ലാത്തിനും ഒരു ആൻസർ ഉള്ളൂ ലീഡർഷിപ്പ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷേ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എത്ര നന്നായിട്ടും കാര്യമില്ലല്ലോ. അതെ, നല്ല സർവീസ് ആയിരിക്കും, അതായത് ആ ഒരു ഡിമാൻഡുള്ള സർവീസ് ആയിരിക്കും, ഒരു പെയിൻ ആയിരിക്കും, ചിലപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ ആ പെയിൻ ആയിരിക്കും, പക്ഷേ ലീഡർഷിപ്പിന് ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ, വിഷൻ ഇല്ലെങ്കിൽ അത് പോവും. അപ്പോൾ എല്ലാത്തിനും ആവശ്യമുള്ളത് ലീഡർഷിപ്പ് എന്നുള്ള ആ ഒരു സംഭവമാണ്. അപ്പം ഹൗവർ ചിലർക്ക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ പേടിയാണ്, ഒരു പേടി. അതായത് വലിയ ആൾക്കാർക്ക്, പ്രായം ചെന്നവർക്ക്, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലെവലിലുള്ളവർക്ക് മാത്രം ലീഡർഷിപ്പ് എന്നുള്ള തോന്നില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഒരു മിത്താണത്. അതല്ല, അത് ആര് തന്നെ ആയാലും വേണ്ടിയില്ല, ഒരു ഹോം മേക്കർ ആയാലും വേണ്ടിയില്ല, അവർക്കും വേണ്ടത് ലീഡർഷിപ്പാണ്. ഒരു ഉമ്മയല്ല ചിലപ്പം കുട്ടികൾ നോക്കൽ, ചിലപ്പോൾ വാപ്പാർ ചിലപ്പം ഗൾഫിലൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മയല്ല മക്കളൊക്കെ നോക്കൽ. അതെന്താണ്? ഒന്നുമല്ല, ലീഡർഷിപ്പാണ്. ആ കുട്ടികൾ നല്ലതായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ലീഡർഷിപ്പാണ്. ചിലപ്പോൾ ഉമ്മ കാണിച്ചു കൊടുത്തിട്ടുള്ള ലീഡർഷിപ്പ് കൊണ്ടാണ് വളരുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് എന്നുള്ള പദം പേടിക്കേണ്ട ആവശ്യമില്ല, അതൊരു മിത്തായിട്ട് എടുക്കരുത്. ലീഡർഷിപ്പ് എല്ലാവർക്കും ആവശ്യമുണ്ട്, പക്ഷേ അതിനൊരു ദോഷമുണ്ട്. ഇന്ത്യയിൽ അത് പഠിപ്പിക്കില്ല എന്നുള്ള, സ്കൂളുകളിൽ അത് പഠിപ്പിക്കില്ല എന്നുള്ള. സ്കൂളുകളിൽ നമ്മൾ കാണുന്നത് യെസ് നോ എന്നുള്ള അത് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള ലീഡർഷിപ്പ് അല്ല. ആ ലീഡർഷിപ്പ് നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ആ കുട്ടികളുടെ വളരുന്ന ആ ഒരു സ്റ്റൈല് മാറും, അവരെവിടെ എത്തേണ്ടത് അത് മാറിയിട്ടുണ്ടാവും. അപ്പം വീണ്ടും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഡർഷിപ്പ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ അപ്പ് ആൻഡ് ഡൗൺസ് ഇൻ ലൈഫ് ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ലീഡർഷിപ്പ്. നത്തിങ് മോർ, നത്തിങ് ലെസ്. ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ. അത് ആരാണ് ഫോളോ ചെയ്യുന്നത്, ദേ ക്യാൻ റീച്ച് വെയറെവർ ദേ വാണ്ട് ടു റീച്ച്. യെസ്, സെൻസായി പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ഓരോ ലീഡേഴ്സാണ്. തീർച്ചയായിട്ടും എല്ലാവരും ലീഡർഷിപ്പ് ഉണ്ട്, എല്ലാവർക്കും ലീഡർഷിപ്പ്, പക്ഷെ പറയില്ല മാത്രം. അതെ, അത് പറയില്ല മാത്രം. നമുക്ക് എല്ലാവർക്കും ലീഡർഷിപ്പ് ഇല്ലാതെ നിങ്ങളിവിടെ ഇരിക്കില്ല, ഞാനിവിടെ ഇരിക്കുന്നുണ്ടാവില്ല. ലീഡർഷിപ്പ് ഉണ്ട്, നമുക്ക് ലീഡർഷിപ്പ് ഉണ്ട്. അത് ഏതൊരു കാര്യത്തിൽ ലീഡർഷിപ്പ് ഉണ്ട്, പക്ഷേ ആ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്ട്രാ നമുക്ക് ഒരു സ്റ്റെപ്പ് മേലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടെക്നിക്കലായിട്ടൊരു വ്യക്തിനെ എടുക്കാം. ആ ടെക്നിക്കലായിട്ട് ബെസ്റ്റായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം ആ വ്യക്തി. ടെക്നിക്കൽ 100 out of 100 അല്ലെങ്കിൽ 10 out of 10 ആണെന്ന് വിചാരിക്കുക. പക്ഷേ ആ വ്യക്തി അതിൽ നല്ലതാണ്, പക്ഷേ ചിലപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവില്ല.
ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തിനെ നമ്മളൊരു ഹയർ പൊസിഷനിൽ മാനേജർ പൊസിഷനിലും സൂപ്പർവൈസറി പൊസിഷനിൽ നമ്മൾ കൊണ്ടാണെങ്കിൽ അവിടെ തകർന്നു പോകും. ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. പക്ഷേ അതേ സമയത്ത് ആ വ്യക്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി നോക്കാം, നല്ല ലീഡറായിരിക്കും, നല്ല ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഫാദറായിരിക്കാം, അല്ലേ? അപ്പോൾ ലീഡർഷിപ്പ് മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ എവിടെയാണ് പോകുന്നത് അതിനനുസരിച്ച് ലീഡർഷിപ്പ് മാറിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ധൈര്യം, ചില സ്ഥലത്ത് പോയി നല്ല ധൈര്യം ഉണ്ടാവും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളോടൊക്കെ നല്ല ചൂടായി ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവും, അല്ലേ? ചിലപ്പോൾ വൈഫിനോട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് ഒരു സിഇഒൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഒരു മാനേജറിൻ്റെ ഓഫീസിൽ വരുമ്പോൾ എങ്ങനെയാണ് ആകെ പേടിച്ച് നിൽക്കുന്നത്, ആ ഒരു പേടി, ആ കോൺഫിഡൻസ് എങ്ങനെയാണോ മാറുന്നത് അതേപോലെ തന്നെ ലീഡർഷിപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അത് ഫ്ലെക്സിബിളാണ്. അപ്പോൾ നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. എവിടെ നമുക്ക് നമ്മൾ ലീഡർഷിപ്പ് ഷോക്കേസ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ലീഡർഷിപ്പ് ഷോക്കേസ് ചെയ്തേ മതിയാവും. പക്ഷേ ഉണ്ടോ എല്ലാവരും എത്തുന്നുണ്ട്, പക്ഷെ അത് ഷിഫ്റ്റ് ചെയ്യും. ആ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ടോടത്ത് എത്താൻ പറ്റും. ഒരുപാട് മേഖലകളിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ, ആ ഒരു ടേസ്റ്റാണ് സെൻസായിക്ക് ഇഷ്ടം, അല്ലേ? തീർച്ചയായിട്ടും. അതിഷ്ടപ്പെടാൻ ഒരു മോട്ടിവേറ്ററോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നാമത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഡോക്ടർ നമ്മളെടുത്ത് കഴിഞ്ഞാലും, ഏതോ ഒരു കൺട്രി സ്റ്റേറ്റിൻ്റെ ഹെഡിനെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രസിഡന്റ് എന്ന് വിളിക്കാം, പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കാം, ഒരു സിഇഒനെ എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും പോകേണ്ട ഒരു ചാനലുണ്ട്, അത് ടീച്ചർ എന്ന ചാനലിൽ കൂടെ. ടീച്ചർ ഇല്ലാതെ എവിടെ ആർക്കും ഒന്നും പറ്റില്ല. റൈറ്റ്? സോ ടീച്ചർ എന്നുള്ള ശരിക്കും ഒരു എക്കോണമീൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു മെയിൻ തൂണാണ്. അപ്പോൾ നിങ്ങൾ ഇന്നെ സെൻസായി എന്ന് വിളിക്കുന്നുണ്ട്, സെൻസായിൻ്റെ അർത്ഥം ടീച്ചർ തന്നെയാണ്. ഞാൻ സെലക്ട് ചെയ്തൊരു പേരാണത് സെൻസായി എന്നുള്ളത്. കാരണം എനിക്കതിൽ സംതൃപ്തി കണ്ടെത്തുന്നുണ്ട്. ബിക്കോസ് ടീച്ചിങ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ജോബിൽ ഒന്നാണെന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ. ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ഒരു അധ്യാപകൻ എന്ന് വേണം പറയാം, ടീച്ചർ എന്ന് വേണം പറയാം, ഉസ്താദ് എന്ന് വേണം പറയാം, ഗുരു എന്ന് വേണം പറയാം. ആ ടൈറ്റിൽ വേറെ വ്യത്യാസ പേര് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം മറ്റുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കണ്ടോ, പഠിപ്പിച്ച് കൊടുക്കണ്ടോ, റാദർ ദൻ ഗിവിങ് എ ഫിഷ് ടു സം വൺ, ടീച്ച് ദ പേഴ്സൺ ഹൗ ടു ഫിഷ്. നമ്മളൊരു മത്സ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഭക്ഷണം മാത്രം കൊടുക്കണുള്ളൂ. പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു മത്സ്യം ഇങ്ങനെ പിടിക്കാമെന്ന് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി മാത്രമല്ല, ആ കുടുംബത്തിലെ മറ്റംഗങ്ങളും ചിലപ്പം പഠിക്കും. ചിലപ്പം പിന്നീട് അത് ആ ഒരു ഗ്രാമത്തിലെ ആൾക്കും ചിലപ്പം പഠിപ്പിച്ച് കൊടുക്കണ്ടാവും. അത്രക്കും അതിനെ സ്പ്രെഡ് ചെയ്യും. ഇതിനാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ടീച്ചർ ആണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പീസ് റേഡിയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നത്, അതേപോലെ ആയിരിക്കും നിങ്ങൾ ഈ മൈക്കും ഈ ക്യാമറ ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം ഞാൻ ആ രീതിയിലാണ് സംസാരിക്കണത്. എൻ്റെ വിഷയം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വ്യക്തിനോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നാളെ ഒരു മറ്റുള്ള ആളോട് പറയും. അതങ്ങനെ പോകും. നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ദെയർഫോർ ഞാൻ പറഞ്ഞത് എനിക്ക് ടീച്ചിങ് എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. 16-ാമത്തെ വയസ്സിൽ ടീച്ചറായും ചെയ്തതാണ്. ഹൈസ്കൂളിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം അന്നേ ടീച്ചറായിരിക്കണം. ആൻഡ് അന്ന് എന്തായിരുന്നു എനിക്ക് പാഷൻ എന്ന്, ടീച്ചിങ്ങിൻ്റെ പാഷൻ. സബ്ജക്ട്സ് വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് എന്ത് പാഷനാണോ അതിനേക്കാളും പാഷൻ ഇന്നും ഉണ്ട് എനിക്ക്. 58 വയസ്സായി, പക്ഷേ ഇന്നും സെയിം പാഷൻ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ബിക്കോസ് ഐ ലവ് വാട്ട് ഐ എം ഡൂയിങ്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ലോകത്തിന് ഒരുപാട് മാതൃകകൾ കാണിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ലൊരു അധ്യാപകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. ആ പ്രവാചകൻ്റെ ഓരോ ചര്യകളും നമുക്ക് അറിയാം. നമ്മളൊക്കെ പകർത്താൻ പരമാവധി ശ്രദ്ധിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപനത്തിൽ ഉള്ള ചില ടിപ്സുകൾ എന്തൊക്കെയാണ് സെൻസൈക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ഒരു 1-2 എക്സാമ്പിൾസ് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പം ചിലരുണ്ടാവും, ചില ഭർത്താക്കന്മാർ ദേഷ്യം പിടിക്കുന്ന ഭർത്താക്കന്മാർ. പക്ഷേ അതേ സമയത്ത് നബി പഠിപ്പിച്ച ദേഷ്യം പിടിക്കരുന്നില്ലേ? ആരോ വന്ന് മൂത്രമൊഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? മൂത്രമൊഴിച്ച് കേട്ടെന്ന് പറഞ്ഞാൽ അത് ലെസൺസാണ്. നമ്മൾ 3 തരത്തിലുള്ള ലെസൺസ് പഠിക്കാണ്ട്. ഒന്നാമത്തത് ആക്സിഡൻ്റൽ ലേണിംഗ് എന്നാണ് പറയാം. അതായത് ചിലപ്പോൾ നമ്മൾ വീഴുമ്പോൾ അറിയൽ അടുത്ത പ്രാവശ്യം തെന്നി വീഴുമ്പോൾ, അതായത് സ്ലിപ്പറി ആയിട്ടുള്ള ഫ്ലോറിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ വീഴുന്നുള്ള അപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് നമ്മൾ ആക്സിഡൻ്റൽ ലേണിംഗാണ്. രണ്ടാമത്തെ ലേണിംഗ് വെച്ചാൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ലേണിംഗാണ്. അതായത് മക്കളെ കൊണ്ട് പഠിപ്പിക്കുക, ടീച്ചർ പഠിപ്പിക്കുക, മനസ്സിലായി? അത് രണ്ടാമത്തെ. മൂന്നാമത്തെ നമ്മൾ ഇൻസ്പിറേഷൻ ലേണിംഗാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കഥ ഇൻസ്പിറേഷൻ ലേണിംഗാണ്. നബി ക്ലാസ് എടുത്ത് തന്നതല്ല, നബി കാണിച്ചു തന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ചില ടീച്ചേഴ്സ് എന്താ വെച്ചാൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും, അത് ചെയ്യണില്ല അവർ. പക്ഷെ നബി എല്ലാ സ്ഥലത്തും ടീച്ചിങ് എന്ന് വെച്ചാൽ ടീച്ചിങ് ആയിട്ട് ഒരു ടീച്ചറായിട്ടല്ല ചെയ്ത്
കാണിച്ചത് ആസ് എ റോൾ മോഡൽ. ബീങ് എ റോൾ മോഡൽ ഇസ് എ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ലീഡർഷിപ്പ് എന്നാ. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ എത്രയോ ഉണ്ട് നബി ചരിത്രത്തിൽ പോയി കഴിഞ്ഞാൽ എത്രയോ ഉണ്ട്. അതൊക്കെ ലെസൺസ് നമുക്ക് എടുക്കണം. അതിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ വരുന്നുള്ള. മോട്ടിവേറ്റ് അല്ല ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മോട്ടിവേറ്റ് അല്ല ചെയ്തത്, നമ്മൾ ഇൻസ്പയർ ചെയ്ത ഓരോ സാധനം കാണിച്ചു തന്നിട്ട് അതിൽ കൂടെ നമ്മൾ പഠിക്കണം. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോ കാര്യം നമ്മളെ മക്കൾക്കും ചെയ്ത് കൊടുക്കണം. മോട്ടിവേറ്റ് ചെയ്യില്ല, നമ്മൾ ടീച്ചർ പഠിപ്പിക്കുകയല്ല വേണ്ടത്. യു ബിക്കം ദ റോൾ മോഡൽ. ആ റോൾ മോഡൽ ആകുമ്പോൾ മറ്റുള്ളവർ കണ്ടു പഠിക്കട്ടെ. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ നിങ്ങളെ മക്കളെ തന്നെ നോക്കാം. നിങ്ങളെ മക്കൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണം നോക്കുക. അവർ നിങ്ങളെ കണ്ടിട്ടാണ് പഠിച്ചത്. നിങ്ങൾ നല്ല റോൾ മോഡലാണ്. നിങ്ങൾ പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇന്നത്തെ തലമുറ നമ്മളെക്കാളും സ്മാർട്ടാണ്. അത് വിശ്വസിക്കണ്ടോ നിങ്ങൾ? നമ്മളെക്കാളും സ്മാർട്ടാണുള്ളവർ അറിവിൽ. ഇപ്പം നമ്മൾക്ക് ഒരു മൊബൈലൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ മക്കൾക്ക് മോനെ ഒന്ന് ശരിയാക്കി തരുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ കൊടുക്കില്ല. കാരണം വെച്ചാൽ അവർ സ്മാർട്ടാണ്, നമ്മളെക്കാളും സ്മാർട്ടാണ് അവർ. ഇതിനാണ് റിവേഴ്സ് ലേണിംഗ് എന്ന് പറയുക. കാരണം റിവേഴ്സ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള, എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ നമ്മളെക്കാളും അറിവുണ്ടാവും. എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, നമുക്കായിരിക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ 30-40 വയസ്സുള്ള ആളായിരിക്കും, പക്ഷേ ഈ ചെറിയ കുട്ടിയായിരിക്കും എല്ലാം നമുക്ക് ചെയ്തു തരാം. അല്ലെങ്കിൽ വാപ്പ നിങ്ങൾ പറഞ്ഞ ശരിയല്ല, ഇത് നോക്കിയെന്ന് പറഞ്ഞ് നമ്മൾക്ക് പഠിപ്പിച്ചാൽ നമ്മളെ മക്കളായിരിക്കും. അപ്പോൾ അതിന് അംഗീകരിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. എം റൈറ്റ്? അപ്പം പഠിക്കാനും പറ്റണം. അതേപോലെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളായി നമ്മൾ അങ്ങോട്ടും കൊടുക്കണം. എക്സാമ്പിളായെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യരുത്. അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അഡ്വൈസ് ചെയ്യരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്താ വെച്ചാൽ റിയാക്ട് ചെയ്യും. രണ്ട് കാര്യം നമ്മൾ നോക്കുക. ഒന്ന് റിയാക്ടിങ് ആണ്, ഒന്ന് റെസ്പോണ്ടിങ് ആണ്. നമ്മൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത് നോക്കിയാൽ എന്താ ഓട്ടോമാറ്റിക് ആ ടെൻഡൻസി നമ്മൾക്ക് ചിലപ്പോൾ ഡെവൽ എന്ന് വേണം പറയാം, ഷെയ്ത്താൻ എന്നൊക്കെ വേണം പറയാം. അതിനെ നമ്മൾ റിയാക്ട് എന്ന് പറയാം. ഓക്കെ, നമ്മൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുണ്ട് മോനെ അത് ചെയ്ത്, എന്തുകൊണ്ടാണ് നീ അത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാപ്പ ഞാൻ ഇതുകൊണ്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ മമ്മ ഞാൻ ഇതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ അങ്ങോട്ട് അഡ്വൈസ് അല്ലേ ചെയ്യണത്. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ആ റിയലൈസേഷൻ വരുമ്പോഴാണ് ഒരാൾ മാറില്ലേ. അത് ഒരു പാരൻ്റ് പഠിക്കുന്ന സാധനം, പാരൻറ്റിങ്ങിൽ അവർ പഠിക്കുന്ന സാധനം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് അഡ്വൈസ് അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്, റോൾ മോഡലായി മാറുക. നിങ്ങൾ റോൾ മോഡലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളും ഓട്ടോമാറ്റിക് റോൾ മോഡലായി മാറും. നിങ്ങൾ അങ്ങോട്ട് അഡ്വൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് ചെയ്യും, നിങ്ങളാദ്യം ചെയ്യും, എന്നിട്ട് ഞാൻ നന്നായിക്കോളാം എന്നുള്ള ആ ഒരു ഇത് വരും. സോ ഒരിക്കലും ഏറ്റവും ഫ്രീ ആയിട്ട് ലോകത്ത് ഇന്ന് കിട്ടുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് അഡ്വൈസാണ്. സാധ്യത നിങ്ങൾ മാസ്റ്റർ ആവണ്ട, ബി എ മാസ്റ്റർ ഇൻ ഹൂ യു ആർ. നല്ലൊരു പോയിന്റിലാണ് സെൻസൈ സംസാരിച്ചത്. നമ്മൾ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും കുറേ ഉപദേശങ്ങളുടെ പിന്നാലെ മാത്രം പോയതുകൊണ്ട് കാര്യമല്ല. തീർച്ചയായിട്ടും. ഓക്കെ, സെൻസൈ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ആൾക്ക് ചോദിക്കാം. നമ്മൾ സോഷ്യൽ മീഡിയയിലാവട്ടെ, അതല്ലാതെ തന്നെ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇടപെടുന്ന ഓരോ മേഖലകളിലൊക്കെ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വരുന്നു. ഒരു ക്യാബിനകത്തോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു റൂമിനകത്തോ ഇരുന്നിട്ട് മോട്ടിവേഷൻ ഒരു സംസാരമൊക്കെ, ആ സംസാരം കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്കത് നന്നായിട്ട് തോന്നും, ഓക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. പക്ഷേ ഒരു ഓഡിറ്റോറിയം ആണെങ്കിൽ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഹാള് തുറന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അത് നഷ്ടപ്പെടുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ ആ കേൾവിക്കപ്പുറം അത് പ്രാക്ടിക്കലാക്കാൻ സാധിക്കുന്നില്ല. അവരൊരു എന്താ പറയുക, സക്സസ് എന്നുള്ളൊരു വാക്കും യു ക്യാൻ എന്നുള്ള അങ്ങനെ 2-3 വാക്കുകളുണ്ട് അവർ, അതിലൂടെ മാത്രമാണ് അവർ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം വരുന്നത്? എന്തുകൊണ്ടാണ്? പിന്നെ ഇപ്പോൾ നേരത്തെ സെൻസൈ പറഞ്ഞു വേറൊരു തലത്തിലാണ് പറഞ്ഞത്. പക്ഷെ എന്നാൽ നമ്മളിവിടെ നാട്ടിൽ പൊതുവെ കാണുന്നത് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്താണ് ഇതിൻ്റെ മാറ്റം? രണ്ട് ആംഗിൾ നോക്കാം. ഓക്കെ, ഒന്ന് ആംഗിൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ നിങ്ങൾ പറയാം. ചിലപ്പോൾ ഇപ്പോൾ ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേജിലായിരിക്കാം, ഒരു സ്കൂളിലൊക്കെ ആയിരിക്കാം. ഒരു മോട്ടിവേഷൻ സ്പീക്കർ വരുന്നത് ചിലപ്പോൾ 1/2 മണിക്കൂറിനായിരിക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ള സ്പീച്ചിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അദ്ദേഹം ശരിക്ക് ആരായാലും മെയിലോ ഫീമെയിൽ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യേണ്ടത്, അതിന് യാതൊരു സംശയമില്ല. ആ ഒരു മോട്ടിവേഷൻ സ്പീക്കറിന് അല്ലെങ്കിൽ മോട്ടിവേഷൻ ടീച്ചറിന് നമുക്ക് കുറ്റം പറഞ്ഞ യാതൊരു കാര്യമില്ല. അവർ ജോലി ചെയ്യേണ്ടത്, അവർക്ക് ഫിക്സ് ടൈമിൽ ചെയ്യേണ്ടത്. ഹൗവെവർ നമുക്കൊക്കെ നല്ല മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞ മോട്ടിവേഷൻ കുറച്ച് കഴിഞ്ഞ് ചോർന്നു പോകുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കൗണ്ടർ ചോദ്യം നിങ്ങളോട് ചോദിക്കണത്, നിങ്ങൾ ഇന്ന് കുളിച്ചോ? ഇന്നലെ കുളിച്ചോ? മിഞ്ഞാന്ന് കുളിച്ചോ? അത് ആരുടെ ചുമതല? നിങ്ങളുടെ ചുമതലയാണോ? ഉറപ്പല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. Am I right? You stink. Am I right? മോട്ടിവേഷൻ അതേപോലെ തന്നെ. അയാൾ തരുന്നത് തന്നു, കുളിക്കേണ്ട ചുമതല നമ്മളുടെ. അത് തന്നു, അയാളെ വെള്ളം തന്നിട്ടുള്ളത്. He gave us the water.
പക്ഷേ ആ വാട്ടർ നമ്മൾ യൂസ് ചെയ്യണം, യെസ്. അല്ലാതെ ആ വ്യക്തിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇവിടെ കുറ്റങ്ങളല്ല ഇവിടെ പറഞ്ഞ്. അപ്പോൾ അത് പറഞ്ഞ കാര്യമില്ല. അപ്പോൾ മോട്ടിവേഷൻ നല്ലതാണോ എന്ന് നോക്കാം. മോട്ടിവേഷൻ എപ്പോഴും നല്ലതാണ്. മോട്ടിവേഷൻ വളരെ ഷോർട്ട് ലിവ്ഡാണ്. മോട്ടിവേഷൻ എങ്ങനെയാ വെച്ചാൽ, ഒരു ഉദാഹരണത്തിന് ഒരു ഫൈറ്റിംഗ് റിംഗ് ആണെന്ന് വിചാരിക്കുക, ഒരു ബോക്സിംഗ് റിംഗ് ആണെന്ന് വിചാരിക്കാം. കോർണറിൽ 4 ആൾക്കാരുണ്ടാവും. കമോൺ പഞ്ച് 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 പഞ്ച്, യു ക്യാൻ മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാണ് മോട്ടിവേഷന്. നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് ഫുട്ബോൾ നോക്കാം, ദോഹയിൽ നടന്നത്. അതിൽ ഒരു ടീം പരാജയപ്പെട്ട് നിൽക്കുകയാണ്, അവർ ബ്രേക്കിന് വരികയാണ്. സൗദി അറേബ്യൻ ടീമാണ്. അപ്പോൾ അതിൻ്റെ കോച്ച് പറയാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ അവർ പോയി വിൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? അത് രണ്ട് കളി കഴിഞ്ഞിട്ടല്ല, ആ സെക്കൻഡ് ഹാഫിൽ അവർ വിൻ ചെയ്യുന്നുണ്ട്. കാരണം ദേ വർ മോട്ടിവേറ്റഡ്. പക്ഷേ മോട്ടിവേഷൻ അത് ഓട്ടോമാറ്റിക്കലായിട്ട് താന്ന് വരും. അപ്പം നമ്മളെ റെസ്പോൺസിബിലിറ്റി എന്താ വെച്ചാൽ, നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. അതിനുള്ള ബുക്കുകൾ വായിക്കണ്ടോ, അതിനുള്ള കൂട്ടിട്ടാണ് നമ്മൾ എടുത്തുള്ളത്, അതിനുള്ള ഓഡിയോസാണ് നമ്മൾ കേൾക്കുന്നത്, അതിൻ്റെ വീഡിയോസാണ് നമ്മൾ കേൾക്കേണ്ടത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റുപാടുള്ള നിങ്ങൾ കൂട്ടിട്ട് നോക്കുക. അത് മോട്ടിവേറ്റഡ് അല്ലാത്ത കൂട്ടിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് ടോക്സിക് എൻവയറൺമെൻറ്റ് എന്ന് പറയും. അങ്ങനത്തെ ടോക്സിക് എൻവയറൺമെൻറ്റിലാണെങ്കിൽ എത്ര തന്നെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും ആ ടോക്സിക് എൻവയറൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ടോക്സിസിറ്റിയാണ് നമ്മൾ കീഴടക്കുക. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ആ ടോക്സിക് എൻവയറൺമെൻറ്റ് നമ്മൾ മാറണോ. അതിൽ ഏറ്റവും വലിയ ചാലഞ്ചിങ് ആ ടോക്സിക് എൻവയറൺമെൻറ്റ് വീട്ടിലാണെങ്കിലാണ്. ഓഫീസിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിന് രാജിവെച്ച് പോകാം, അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ ടോക്സിക് ലീഡർഷിപ്പ് ഉണ്ടാവും. നമ്മൾ തൊട്ട് മേലത്തെ ബോസ് ചിലപ്പോൾ ടോക്സിക് ആയിരിക്കാം. അപ്പം അത് പ്രശ്നമാണ്. അപ്പം നമ്മൾ മോട്ടിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മോട്ടിവേറ്റഡ് അല്ല, നിങ്ങൾ ഒരു ഡിപ്രസ്ഡ് മൂഡിലാണെന്ന് വിചാരിക്കാം. ഡിപ്രസ്ഡ് എന്നുള്ള പദം ഞാൻ വെറുതെ ഉപയോഗിക്കണം, അത് ശരിക്കും അതിൻ്റെ ഡെഫിനിഷൻ അല്ല. നിങ്ങൾ മൂഡ് ഔട്ടായിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്, ഇന്നത്തെ ഗോൾ നിങ്ങളുടെ എന്താണ്? ഇന്ന് നിങ്ങൾക്ക് ഗോൾ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ ലക്ഷ്യമില്ല എന്നുള്ള. ഓരോ ദിവസവും ലക്ഷ്യം കൃത്യമായിട്ട് വെച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 3 ഗോൾ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട. ഒരു 3 ഗോൾ വെച്ചിട്ട് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ദ ഗോൾ ദറ്റ് മാറ്റേഴ്സ്, അതുകൊണ്ട് കേട്ടോ, എല്ലാ ഗോളും അല്ല. നിങ്ങൾ ചിലർ പറയും 10 കാര്യമല്ല, ഏതെങ്കിലും ഒരു 3 കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വാട്ട് ദറ്റ് മാറ്റേഴ്സ് എന്നുള്ള ആ 3 കാര്യം നിങ്ങൾ എഴുതി വെച്ച് അത് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ഡീമോട്ടിവേറ്റഡ് ആവില്ല. നമ്പർ 1, അയാൾക്ക് ഒരിക്കലും ഡിപ്രഷൻ ആവില്ല. കാരണം അയാൾക്കൊരു ലക്ഷ്യമുണ്ട്, ഇന്നാകുമ്പോഴേക്ക് ഞാൻ എടുക്കണം മുമ്പായിട്ട് ഇത് 3 ചെയ്തിരിക്കണം. അയാൾ എപ്പോഴും ഫുള്ളി ആ ഒരു ആക്ടിവേറ്റഡ് ആയിരിക്കും, ഫുള്ളി മോട്ടിവേറ്റഡ് ആയിരിക്കും. വേറെ ആർക്കും വേണ്ടി അയാൾക്ക് കാത്തിക്കേണ്ട ആവശ്യമില്ല, വേറെ ആളുടെ അപ്രൂവലിൻ്റെ ആവശ്യമില്ല, വേറെ ആളുടെ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല, വേറെ ആളുടെ ഒരു വാലിഡേഷൻ്റെ ആവശ്യമില്ല. ഹിൽ ബി സെൽഫ് മോട്ടിവേറ്റഡ്. അവിടെയാണ് ആ സെൽഫ് മോട്ടിവേഷൻ വരുന്നത്. അല്ലാതെ ഒരു സ്പീക്കർ സ്പീക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും ആ എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് അത് ജനറേറ്റ് ചെയ്താൽ മതിയാവും. അവിടെയാണ് അത് വരാം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡിപ്പിലേക്ക് പോവുകയും ചെയ്യും. മാഷാ അല്ലാഹ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാക്കളെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൊടുത്തിരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ആ എനർജി കാരണം എന്ത് പ്രതിസന്ധികൾ നേരിടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്രാക്ടിക്കലായ കാര്യങ്ങൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷെയർ ചെയ്തിട്ടുള്ളൂ. പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യം ഷെയർ ചെയ്താൽ അത് വർക്കൗട്ട് ആവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും സെൻസൈ പറഞ്ഞ പോലെ നമ്മൾ കിട്ടിയ അറിവുകൾ, വായനയിലൂടെയോ കേൾവിയിലൂടെയോ കിട്ടിയ അറിവുകൾ അത് പ്രാക്ടിക്കലാക്കുമ്പോഴാണ് നമുക്കത് ശരിയായ ഒരു മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയുക. അതിൽ ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സഹാബി, എനിക്ക് കറക്റ്റായിട്ടല്ല, ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, നബിയെ നിങ്ങളായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇത് ഈമാൻ കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയല്ലേ ഒരു ചരിത്രമില്ലേ? അതെന്തുകൊണ്ടാണ്? ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സർക്കിൾ നോക്കുക. ആ സർക്കിൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനർജി കിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ അവിടുത്തെ കച്ചവടം അല്ലെങ്കിൽ ഇത് ആ എൻവയറൺമെൻറ്റ് മാറി, ടോക്സിക് ആവണമെന്നില്ല, പക്ഷേ ഒരു മോട്ടിവേറ്റിംഗ് അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ള എൻവയറൺമെൻറ്റ് ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ ആരും ഇല്ലാതാവുമ്പോൾ ഈ പറഞ്ഞ ആ ഒരു സഹാബി ആണെങ്കിലും നമ്മളാണെങ്കിൽ പോലും ആ ഒരു ഗ്രൂപ്പ് നമ്മൾ മാറി വരുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഡ്രെയിൻ ചെയ്ത് പോകും ഓട്ടോമാറ്റിക്കലി. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് എങ്ങനത്തെ ഒരു എൻവയറൺമെൻറ്റിലാണ്, എങ്ങനത്തെ ഒരു ടീമിൻ്റെ, ഞാൻ ഈഗിൾസ് എന്നാണ് പറയില്ല, ബി വിത്ത് ദ ഈഗിൾസ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഈഗിൾസ് ആയിട്ടുള്ള, അതായത് മേലോട്ട് നോക്കുന്ന ആൾക്കാരോ അവരൊപ്പം നിൽക്കുക, യു വിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ഗ്രോയിങ്. മൈൻഡ് സെറ്റ് മാറും നിങ്ങളെ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ സവിശേഷം പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമുക്കൊരുപാട് വിശേഷങ്ങൾ ഇനിയും അറിയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ദൈവമായി സവിശേഷങ്ങൾ പങ്കിടാം. ഇൻഷാ അല്ലാഹ് ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഫാറൂഖ് സെൻസൈ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ
അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.